ബാലസാറിനെ കയറിയിരിക്കില്ലേ അല്ലേ? എന്റെ പേര് റിഷാദ്, കൊല്ലത്താണ് എന്റെ വീട്. ബാലച്ചേട്ടന്റെ വോയിസ് എടുക്കും. നമ്മുടെ അലിന്റെ ഒക്കെ ഫ്രണ്ടോട്ടോ ബാലച്ചേട്ടൻ. അപ്പൊ ബാലച്ചേട്ടൻ നിർവഹണം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ബാലച്ചേട്ടൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവുന്നു. എല്ലാവർക്കും എനിക്ക് ഞാൻ ബാലയാണ്. എടാ നീ എന്തിനാണ് ഇങ്ങനെ നശിച്ച റിവ്യൂ ചെയ്യുന്നേ? നശിച്ച റിവ്യൂവിന്റെ ചോറ് കാണിച്ചേട്ടാ. എന്ത് ചോറ്? എനിക്ക് പെണ്ണ് പിടിക്കാനേ പറ്റൂ. നിങ്ങള് ഈ താടിയും മുടിയും വരച്ച് എന്തെങ്കിലും വരുവോ? എന്റെ തക്കുറിനെ കണ്ടിട്ടുണ്ടോ? തക്കുറിനെ കാണണം. എനിക്കറിയാം നിങ്ങളെ തക്കുറിനെ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു റിവ്യൂ നടത്തണം. ഞാൻ ഒരു കാര്യം പറയാം. ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഒന്നെങ്കിൽ റിവ്യൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഗേൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്റെ പേര് റിഷാദ്, സ്ഥലം കൊല്ലം. അടിപൊളിയുടെ വോയിസ് കറക്റ്റ് വോയിസ് ആണ്. ബാലസാറിന്റെ മുമ്പിൽ ചെയ്തിട്ടില്ലേ? അടുത്ത ആളെ വിളിക്കാം. നമസ്കാരം, എന്റെ പേര് നന്ദുവരീന്ദ്രൻ. ഞാൻ വിനയ് ഫോർട്ട് വോയിസ്. അപ്പൊ വിനയ് ഫോർട്ട് സാറിന്റെ സോമന്റെ കൃതാവിന്റെ റിവ്യൂ ഉണ്ടാവും. അതല്ല സംഭവം എന്താന്ന് വെച്ചാല് തന്നെ എനിക്കറിയാം, താൻ പല വട്ടം ഈ തിയേറ്റർ വഴി നടക്കുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് തന്നോട് ഇങ്ങനെ വാങ്ങിയല്ലേ, പിന്നെ എന്റെ അടുത്ത് വന്ന് കയറി. തനിക്ക് ഞാൻ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഒരു സിനിമ എന്താന്ന് താൻ പഠിക്കണം. സിനിമ എന്താന്ന് പഠിച്ചതിന് ശേഷം അഭിനയിക്കാൻ വരിക. ഓക്കെ, അതിനുശേഷം താൻ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് അതിൽ ആരൊക്കെയാണ് ഏറ്റവും കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ താൻ വിളിച്ചു പറയാവുള്ളൂ. പൊട്ടത്തിനെ വിളിച്ചു പറയരുത്. അപ്പൊ തനിക്ക് ഇത്ര പ്രായമില്ലുള്ളൂ. ഞാനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ലയോ? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഇവനൊക്കെ ഒന്നുമല്ല നീ സന്തോഷത്തെ എന്തായാലും ചെയ്തോ. ഓക്കെ ഓക്കെ, റെഡി. നമ്മുടെ ഇപ്പോൾ അതെ, നമ്മുടെ റിവ്യൂല് നമ്മുടെ റോസ്റ്റ് ചെയ്യുന്ന ചേട്ടൻ, ആറാട്ടൻ്റെ എൻ്റെ ചെയ്യുന്ന ചെക്കൻ ഡബ് ചെയ്യും, നമ്മള് ലിപ്പ് ചെയ്യും. സൂപ്പർ പടം, മലയാള സിനിമയ്ക്ക് അരിജോസിന്റെ സൂപ്പർ പടം, ആടുന്നത് കണ്ട് സിനിമക്കാരൻ അടിപൊളിട്ടോ, അടിപൊളി. എടാ നീ സ്മാർട്ട് പിക് മീഡിയയിലൂടെ വന്നായിരുന്നു അല്ലേ? ആറാട്ടന്റെ കൂടെ തന്നെ ചെയ്തു. കോമഡി ഉത്സവത്തിലേക്കല്ലേ വന്ന ബസ്? ഓക്കെ ഓക്കെ. അവരെന്നെ വിളിക്കണേ. ഓ ശരി ശരി. ഇപ്പൊ സൗഹൃദമൊക്കെ ഉണ്ടല്ലേ? എന്തായാലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചം. അടിപൊളി കേട്ടോ. എല്ലാവരും പരിചയപ്പെടുത്തി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് പറയാല്ല, അലിൻ ജോസ് നീ നല്ലൊരു കലാകാരനെ. ഒരെണ്ണത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യും. ഒന്നെങ്കിൽ പെണ്ണുങ്ങളുടെ പിറകെ. കുറച്ച് ഗേൾഫ്രണ്ട്സിന് എനിക്ക് തരും. എല്ലാവരും ഒരുമിച്ച് വെച്ചോണ്ടിരിക്കാനോ കുറച്ച് ഗേൾഫ്രണ്ട്സ് എനിക്ക് തരും. അങ്ങനെ കിട്ടില്ല. ഇപ്പോഴും വാട്സയിലോ വേണം. പെണ്ണ് പിടിക്കരുത്. എന്തായാലും ഒരു സാധാരണ കുറച്ച് ചങ്കുകളെ കണ്ടു മിമിക്രി. നല്ല മിമിക്രിയാണ്. സാധാരണ സിനിമാക്കാരുടെ മിമിക്രിയാണ്. ഇതൊരു വെറൈറ്റി മിമിക്രിയാണ്. റിവ്യൂ ഓടപ്പഴം പോലൊരു പെണ്ണിനെ പാട്ടോടെയാണ്. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടെ പോയാകെ അലഞ്ഞോ നാണ്ടി ഒരുപാട് പടത്തിൽ ചാൻസ് കിട്ടുന്നുണ്ട്. രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ. അവരെ ഒരു ചെറിയ പെർഫോമൻസ്. മോനെ സൗണ്ട് ഏതെങ്കിലും ഹലോ, അടുത്ത മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു മിമിക്രി കാണാം. എടോ മൊത്തത്തിൽ തെളിച്ചൊന്നുമില്ല. എക്സ്പോഷർ കൂട്ട്. എടോ താൻ എന്നോടാണ് പറയുന്നത്, കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടിയാ മതി. ഇനി ഞാൻ വന്ന് പേര് പറ. എന്റെ പേര് അഖിൽ, കാലിക്കറ്റാണ് വീട്. വേറെ മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പൊ എന്തെങ്കിലും മിമിക്രി നമുക്ക് റിവ്യൂ റോസ്റ്റിംഗ് കൊടുക്കത്തെ ലാഭമാണ്. അപ്പൊ ശരി, എല്ലാവർക്കും ഒരു പാട്ടുപടി അവസാനിപ്പിക്കുന്നു. പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടെ പോയാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. താങ്ക് യു. ബൈ ബൈ ബൈ.